അപ്പോ അങ്ങനെ കുറേ പാട്ടുകൾക്കൊക്കെ ശേഷം നമ്മളുടെ ഈ ഷെഡ്യൂൾ അവസാനിക്കാൻ പോവാണ്. ഇനി നമുക്ക് ഒറ്റ ഒരു പെർഫോമൻസ് കൂടെ ബാക്കിയുണ്ട്. ഈ ഷെഡ്യൂളിലെ ഒരൊറ്റ പെർഫോമൻസ്, അത് കഴിഞ്ഞാൽ എലിമിനേഷൻ. ഓക്കെ, അപ്പൊ കഴിഞ്ഞ തവണ നമ്മൾ ഈ സെലക്ഷൻ പ്രോസസ്സ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ഈ തവണ എന്തായാലും ഉണ്ട്. എന്തായാലും അതൊക്കെ മാറ്റി വെക്കാം, നമുക്ക് ആ ഒരു പെർഫോമൻസിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ സോൾഫുൾ ക്ലാസിക്സ് റൗണ്ടിൽ പാടാൻ വരുന്നു ശിവനന്ദ. വീണ പാടുമീണമായി ശിവനന്ദ, എന്ത് പറ്റി ഇടയ്ക്ക്? എന്തോ പറ്റി അറിഞ്ഞൂടാ. നല്ലോണം പ്രാക്ടീസ് ചെയ്തായിരുന്നു? നല്ലോണം ചെയ്തായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സോങ് ആണ്. ഓക്കെ, അപ്പം നല്ലോണം പെർഫോം ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. സാരില്ല, നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, എം ജി സർ. ശിവനന്ദ സാർ, ബ്യൂട്ടിഫുൾ സോങ്, നമ്മുടെ സ്വന്തം കണ്ണൂർ രാജൻ മാസ്റ്റർ അല്ലേ? നന്നായിട്ട് പാടി കേട്ടോ, നല്ല വോയിസ് ആണ്, നല്ല ടാലന്റഡ് ആണ്, നന്നായിട്ട് പാടി. പറഞ്ഞ പോലെ വിചാരിച്ച പോലെ നടന്നില്ല എന്ന് പറഞ്ഞു, കാരണം ഒത്തിരി സംഗതിയുണ്ട്. നന്നായിട്ട് പാടുകയും ചെയ്തു. ഇങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി, കുഴപ്പമില്ലെന്ന്. അടുത്ത പാട്ടിൽ റെഡി ആയിക്കൊണ്ടാൽ മതി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ശരത് സർ. ശിവനന്ദ സാർ, നല്ല ഉഗ്രം പാട്ട് ശിവനന്ദ. എനിക്ക് കുറേ ഇഷ്ടമുള്ള പാട്ടാണ്. പ്രത്യേകിച്ച് സീതയ്ക്ക് കുറെ, അത് പിന്നെ സീത അവിടെ അച്ഛൻ എന്ത് ചെയ്താലും പൊന്നാണ്. അപ്പം അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ല. എനിക്ക് കുറേ ഇഷ്ടമായി പാടിയത് കേട്ടോ. ഇതിപ്പോൾ നമ്മളൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരേ പോർഷൻസ് തന്നെയാണ്, പക്ഷേ ഇത് ഈസിയായിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ടല്ല. അതിൻ്റെ ആത്മാവ് അറിഞ്ഞ് തന്നെ പാടിയിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ ഭാര്യയെ വിളിച്ചത് തുടക്കം മുതൽ കേൾപ്പിച്ചു. എനിക്കതിലൊരു സന്തോഷവുമില്ല. അവൾ അത് കേട്ട് കരയുക. കാര്യം ഭയങ്കര അച്ഛനെന്ന് പറഞ്ഞാലും വല്ലാത്തൊരു വികാരം. എന്തിനാ വിളിച്ച് കേൾപ്പിച്ചെന്നായിപ്പോയി, പോട്ടെ. അപ്പോൾ ആ സ്നേഹം ഞാൻ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. അല്ല, കാര്യം നല്ല പാട്ടായതുകൊണ്ട് കേട്ടോ. അല്ലാതെ ഇപ്പം രാജമാഷിൻ്റെ വേറെ ഇപ്പം ദൂരെ കിഴക്കുതിക്കും മാണിക്ക, അതും അപ്പോൾ കേട്ടാൽ കരയത്തില്ല, സന്തോഷമേ ഉള്ളൂ. ഇത് കുറേയും കൂടെ കാര്യം ആ ഫിലിം റെക്കോർഡിങ് അതൊക്കെ ആയിട്ട് എന്തോ ബന്ധമുണ്ട് മാഷിൻ്റെ. അത് പോട്ടെ, വാട്ടവർ. കുറേ സന്തോഷം, അത്രേ ഉള്ളൂ. താങ്ക് യു സർ. ചേച്ചി. ശിവനന്ദ, എനിക്ക് വളരെ 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 ഇഷ്ടമുള്ള ഒരു പാട്ടാണ് വീണ പാടും ഈണമായി എന്ന പാട്ട്. അത് സത്യം പറഞ്ഞാൽ എം ജി സാറിന് അദ്ദേഹത്തെ നേരിട്ട് കാണാനും അദ്ദേഹത്തോടൊപ്പം വർക്ക് ചെയ്യാനുമുള്ള ഭാഗ്യമുണ്ടായി. ശരത് സാറിന് പിന്നെ കുടുംബമാണ്, അതെ, എനിക്ക് കാണാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഓരോ പ്രാവശ്യം ഈ പാട്ട് കേൾക്കുമ്പോഴും എനിക്ക് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണ് അത് അദ്ദേഹത്തോട് അറിയിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സീത ചേച്ചിക്ക് ഞാൻ ഈ പാട്ട് എൻ്റെ ഫേവറേറ്റ് സോങ് ആണെന്നുള്ളത് ഞാൻ അറിയിക്കുകയാണ് സർ. തീർച്ചയായിട്ടും ചേച്ചിയുടെ ഈ കാര്യം പറയണം. ചേച്ചിക്ക് ഒരുപാട് സ്നേഹം. പിന്നെ അതുപോലെ മോളെ ഈ ഒരു സോങ് കൊണ്ടുവന്ന സെലക്ഷൻ ഫാന്റാസ്റ്റിക്, ഉഗ്രൻ സെലക്ഷൻ. പിന്നെ ശിവനന്ദ നന്നായിട്ട് പാടി, എനിക്ക് സത്യത്തിൽ ഇഷ്ടപ്പെട്ടു. കാരണം ശിവനന്ദ വളരെ നല്ലോണം ഇമ്പ്രൂവ്മെന്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ശിവനന്ദയിൽ. അതെനിക്ക് ഫീൽ ചെയ്യാം പല ഭാഗങ്ങളിലും. ഇപ്പം ശ്വാസത്തിൻ്റെ 2-3 പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു, ആ ശ്വാസം കാരണം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതൊക്കെ. പക്ഷേ അതല്ലാതെ നോക്കുമ്പോൾ മോള് നല്ല ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ സംഗതികൾ പാടുന്ന സമയത്ത് ഒരു അളവിൽ കൂടുതൽ ഒരു സ്പീഡുണ്ട് അതിന്. അപ്പം അതൊന്ന് മോള് ആ ഒരു വെപ്രാളൊന്ന് കുറയ്ക്കണം. നമ്മൾ ആ മൈൻഡ് എപ്പോഴും ശാന്തമായിരുന്നാലേ നമുക്കത് ക്ലാരിറ്റിയിൽ പാടാൻ പറ്റുള്ളൂ. അപ്പം അവിടെയൊക്കെ അങ്ങനെയും പാടാം. പക്ഷെ അതിനൊരു ഇരുത്തം വരിക എന്ന് പറയില്ലേ, അതാ നമ്മൾ അത്രയും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ അങ്ങനെ ഒരു ഇരുത്തം വരുള്ളൂ പാട്ട്. ഇപ്പം ഈ പാട്ടിനകത്ത് കുറേ സംഗതി ഉണ്ട്. മോള് പാടുന്നുണ്ട്, പക്ഷെ ഇപ്പം സാറ് പാടിച്ചപ്പോഴും അതിൽ ഒരു വെപ്രാളുണ്ട്, ഒരു സ്പീഡ് കൂടുതലാണ്. ത ത ത ത ഇങ്ങനെ പോകുന്നുണ്ട്, ത ത ത ത അങ്ങനെ പോകുന്നതും ത ത ത അതിലും ഡിഫറൻസ് ഉണ്ട്. അപ്പം അതൊന്ന് മോള് ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ഒരു ക്ലാരിറ്റി, ഒരു ഫൈൻനെസ് കൂടി അതിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ സംഗതിയൊക്കെ വരുന്നുണ്ട്. ഓക്കെ, ബ്യൂട്ടിഫുൾ മോളെ, കോൺഗ്രാറ്റ്സ്, ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഓക്കെ, മാർക്സ് ചോദിക്കാം. ചോദിക്കാം. എം ജി സർ,
So we are giving you 8.9. താങ്ക് യു സർ. താങ്ക് യു സർ. ശരത് സർ. രാജമാഷിന്റെ മോക്ക് ഞാൻ ഈ മാർക്ക് ഡെഡിക്കേറ്റ് ചെയ്തു. താങ്ക് യു സർ. താങ്ക് യു സർ. ചേച്ചി. കണ്ണൂർ രാജൻ മാഷിന്റെ മകളായ എന്റെ പ്രിയപ്പെട്ട സുന്ദരിയായ സീത ചേച്ചിക്ക് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ശിവനന്ദയുടെ മാർക്സ് ഞാൻ പറയുന്നു 8.9. താങ്ക് യു ചേച്ചി. ഓക്കെ, സോ ടോട്ടൽ 17.8. താങ്ക് യു. സൂപ്പർ. ഓക്കേടാ, ശിവനന്ദയുടെ പാട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് നമ്മൾ പോവാണ്. എല്ലാവർക്കും സ്വാഭാവികമായിട്ട് ടെൻഷൻ കാണും. എനിക്കൊന്നേ പറയാനുള്ളൂ, ആര് പോയാലും ആരിന്നായാലും സംഗീതം എന്ന 3 അക്ഷരം നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണം. കാരണം നിങ്ങളൊക്കെ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഞാൻ കണ്ടത് ചേച്ചി. അപ്പോൾ ഇന്ന് അടുത്ത ഘട്ടത്തിലോട്ട് പോണ ആരാണെന്നുള്ളൊരു തീരുമാനം ഇവിടെ എടുത്തിരിക്കുകയാണ്. അത് പ്യുവർലി ഓൺ യുവർ മാർക്സ്. ഒള്ളി നിങ്ങൾ പാടിയത് വെച്ചിട്ടുള്ള നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് വെച്ചിട്ട് മാത്രമാണ്. അപ്പം ഇതിനകത്തുനിന്ന് പോകുന്നവർ ഉണ്ടെങ്കിൽ അവരാരും പോകുന്നു എന്ന് വിചാരിക്കേണ്ട, അമൃത കുടുംബത്തിൽ തന്നെ കാണും. പിന്നെ ശരത് സർ, ഇവർക്ക് ഒരു ഇമ്പ്രൂവ്മെന്റ് ഭയങ്കര വലിയൊരു ഇമ്പ്രൂവ്മെന്റ്. കാരണം കഴിഞ്ഞ ഷെഡ്യൂൾ ആർക്കും വയ്യായിരുന്നു, പക്ഷെ അതൊക്കെ മൊത്തം കോമ്പൻസേറ്റ് ചെയ്ത് ഇത്തവണ എല്ലാവരും അടിപൊളിയായിട്ടാണ് പെർഫോം ചെയ്തത്. ഉറപ്പായിട്ടും അത് നമ്മൾ കണ്ട് ഞെട്ടിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അതിന് കുറേ സന്തോഷമുണ്ട്. കാര്യം ഇവരൊക്കെ എപ്പോഴും നമ്മൾ പറയാറുള്ളത്, ഇവർ നന്നായിട്ട് പാടുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതൊരിക്കലും കിട്ടത്തില്ല. അതെന്താണ് പറയേണ്ടത്, ഒരു പ്രൗഡ് മൊമെന്റ് ആണ് നമുക്ക് എല്ലാവർക്കും. അപ്പൊ എല്ലാവരും എന്തായാലും വന്നതിനേക്കാൾ ഒരുപാട് ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ പാറു, നമുക്ക് അധികം ഇങ്ങനെ വലിച്ചു നീട്ടണ്ട. സാർ, ഒരു കാര്യം ഒന്ന് സ്പെസിഫൈ ചെയ്തേക്കാം. നമ്മൾ കഴിഞ്ഞ ഷെഡ്യൂളിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ തവണത്തെ മാർക്ക് ഇത്തവണ കൂടെ എടുക്കുന്നു. പക്ഷെ നമ്മളത് വേണ്ടാന്ന് വെച്ചു. ബിക്കോസ് കഴിഞ്ഞ തവണ ആർക്കും വയ്യായിരുന്നു, എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ ആ മാർക്സ് മാറ്റാണ്. ഈ ഷെഡ്യൂളിലെ മാർക്സ് മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതൊരു എല്ലാവർക്കും വയ്യായിരുന്നു. അപ്പൊ അത് എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ക്യാരി ഓവർ ചെയ്യുന്നതിൽ ഒരു അർത്ഥമില്ല എന്ന് തോന്നി. അതുകൊണ്ടാണ്. അതെ, എന്നാ പിന്നെ എല്ലാരും വിളിക്കാം. യെസ്, എല്ലാവരെയും വിളിക്കാം. എല്ലാവരും വന്നു. ശരത് സർ, എം ജി സർ, ചേച്ചി, എല്ലാരും എത്തി. അപ്പൊ ഇനി നമ്മൾ എപ്പോഴത്തെ പോലെ ടോപ്പ് 5. ഇതിൽ ഈ ടോപ്പ് 5 എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ലോകം മുഴുവൻ അറിയാവുന്ന ഒരു സത്യമുണ്ട്. അറിയാമല്ലോ, സൂര്യൻ വെളിച്ചം തരുന്നു പറയുന്ന പോലെ ഉള്ള ഒരു സത്യം. അതെ, അത് എന്താണ് പാറു പറയും. അതായത് നമ്മുടെ ഈ ഷെഡ്യൂളില് ഗോൾഡൻ മൈക്ക്, ഗോൾഡൻ മൊമെന്റും ഗോൾഡൻ മൈക്ക് വാങ്ങിയ നമ്മുടെ നമ്പർ 1 നെടുന്തൂണ് പോലെ നിൽക്കല്ലേ. കൺഗ്രാറ്റ്സ്. വെരി ഗുഡ്. യെസ്, എലിമിനേഷൻ ഫേസ് ചെയ്യണ്ട. ഓക്കെ, കൺഗ്രാറ്റ്സ്. താങ്ക് യു. വാട്ട് യു ഫീൽ നൗ? മിക്സ്ഡ് ഫീലിംഗ് ആണ്. ഞാൻ ശരിക്കും നമ്മൾ ഈ ദിസ് ഇസ് മൈ ഫസ്റ്റ് ഹോം, സെക്കൻഡ് ഹോം അങ്ങനെ പറയത്തില്ല. അതിന് ഫസ്റ്റ് ഹോമിന്റെ കാട്ടും ആദ്യത്തെ വല്ല ഹോം ആണെങ്കിൽ ഇത് ആ സ്പേസ് എനിക്ക് വേണ്ടി ഇത് സ്പേസ് ആണ്. ഇവരെല്ലാവർക്കും വേണ്ടി ഒരു വാക്ക് പറയാൻ വേണ്ടി, ഇഫ് ഐ ഹാഡ് ടു സേ സംതിങ്, ഫ്രണ്ട്സ് പറയാൻ പറ്റത്തില്ല, ലൈഫ് ലൈൻസ് എല്ലാവരും. ഹാപ്പി ടു ബി അറ്റ് ദിസ് പോയിന്റ് ഇൻ മൈ ലൈഫ്. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാ ആൻഡ് യു ആർ ഇൻ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ടോപ്പ് 5 ഒരാളെ നമ്മൾ മാറ്റി. അതെ, ഇനി അടുത്ത ഒരു സേഫ് ആയ ഒരു കണ്ടസ്റ്റന്റ് ഇതില് ഒരു പെൺകുട്ടിയാണ്. ഏത് പൊസിഷൻ എന്നുണ്ടോ ചേച്ചി? പൊസിഷൻ പറയണോ? ഫിഫ്ത് പൊസിഷൻ. ഓക്കെ, യെസ്. 5th പൊസിഷൻ കിട്ടിയ ആ പെൺകുട്ടിയുടെ പേരാണ്, എ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഇവിടെ ഇപ്പോ അനഘ. അനഘ, കൺഗ്രാറ്റ്സ് മോളെ. ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിട്ടുണ്ട് മോൾക്ക്.
ആദ്യം തുടങ്ങിയെടുത്തുനിന്ന് വളരെ ദൂരം സഞ്ചരിച്ചു മോള്. അപ്പോൾ ഇനിയും നല്ലോണം ഇമ്പ്രൂവ് ചെയ്ത് പാടുക. ഓക്കെ, കോമ്പറ്റീഷൻ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഉഴപ്പൽ അതൊന്നും പറ്റില്ല. എല്ലാവരും നല്ലോണം ആഞ്ഞ് പ്രയത്നിക്കണം. അതെ. ഓക്കെ, ഗോഡ് ബ്ലെസ് യു ഡാ. കുറെ സന്തോഷം നിനക്ക്. God ഓൾ ദി bless you. ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. അപ്പൊ എന്തായാലും ടോപ്പ് 5 5th പൊസിഷൻ കിട്ടിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. ഫോർത്ത് പൊസിഷൻ ഒരു ചക്കരയാണ്, എല്ലാം ചക്കരയാണ്. അശ്വിൻ സൂപ്പറാടാ ചക്കര. താങ്ക് യു സർ. താങ്ക് യു. അല്ല നീ ഇപ്പൊ ഈ ഒരു പൊസിഷനിൽ വന്നത് എന്തുകൊണ്ടാണ്? ഞങ്ങൾക്ക് തലയ്ക്ക് ഓളം ഉള്ളതുകൊണ്ടല്ല, നീ നന്നായിട്ട് പാടിയത് കൊണ്ടാണ് കേട്ടോ. ഉഗ്രമായിട്ട് പാടി. താങ്ക് യു സർ. താങ്ക് യു. അവനിനി ആ വാച്ച് ഊരില്ല. അതെ, ലക്കി വാച്ച്. ലക്കി വാച്ച്. കഴിഞ്ഞ തവണ ഏത് പൊസിഷനിലായിരുന്നു? ഡേഞ്ചർ സോണിൽ വന്നിരുന്നു. ഇപ്പൊ എവിടെയാ? ഫോർത്ത് Fourth പൊസിഷൻ. സൂപ്പർ. സോ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ്, ഇത് കീപ്പ് ചെയ്യുക കേട്ടോ. അതെ, താങ്ക് യു അപ്പൊ സർ. നിന്റെ ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് ആണ് ഇപ്പൊ കാണുന്നത്. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. 3ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഒരു പെൺകുട്ടിയാണ്. ഓക്കെ, ഓ. സ്റ്റാർട്ടിംഗ് Okay. ലെറ്റർ. സ്റ്റാർട്ടിംഗ് ലെറ്റർ എസ് ആണ്. സ്നേഹമുള്ള സ്നേഹ. സ്നേഹ തേർഡ് പൊസിഷൻ. തന്റെ ശബ്ദം കൊണ്ട് ഇവിടം വരെ എത്തിയ ഒരാള്, വ്യത്യസ്ത ശബ്ദം കൊണ്ട്. താങ്ക് യു മാം. അപ്പൊ സ്നേഹ ഇനി ഇമ്പ്രൂവ് ചെയ്യേണ്ടത് ആ ഒരു കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങളിലാണ്. പാട്ടൊക്കെ അടിപൊളിയാണെന്ന് ജഡ്ജസ് പറഞ്ഞു. ഇനി അങ്ങനത്തെ പെർഫോമൻസ് റൗണ്ട് ഒക്കെ ഇനിയിപ്പോ അറിയില്ല നമുക്ക് അടുത്ത ഷെഡ്യൂളിൽ എന്തൊക്കെയാ വരാന്ന്. അപ്പൊ അതിനൊക്കെ ഒന്ന് പ്രിപ്പയർഡ് ആയിട്ടിരിക്കാം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻ. പാറു ആ. അതൊക്കെ ഫോക്കസ്ഡ് ആണ്. അതെ, 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 നമ്മള് ഞാൻ സ്നേഹയുടെ കാര്യം എടുക്കുമ്പോൾ ഇവിടെ വളരെ ഫോക്കസ്ഡ് ആണ്. അതെ, കൃത്യമായിട്ട് ഇത് നന്നായിട്ട് ഇവിടെ വന്ന് പാടണമെന്ന് വളരെ ആഗ്രഹത്തോടെ അതെ, പഠിച്ചു വരുന്ന ഒരാളാണ്. അതിന്റെ ഗുണം ഉണ്ട് താനും അതെ. കേട്ടോ. യെസ്. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോ ഇനി സെക്കൻഡ് പൊസിഷൻ. ഓ, അതാണ് ഒരു സംഭവ ബഹുലമായ സംഭവം. സൂപ്പർ ബോയ്സിൽ നിന്നാണോ സൂപ്പർ അല്ല. ഗേൾസിൽ നിന്നാണോ? സൂപ്പർ ഗേൾസ് ആണ് ഇപ്രാവശ്യം. ഓക്കെ, ഷോ, ഇതും ഫസ്റ്റ് ആൽഫബറ്റ് ആണ് തുടക്കം. എ. ആണോ? ആരാ? എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നു. പിന്നെ ഞാനിതിനാ മാറ്റി പറയുന്ന അർച്ചന. Come on everybody. അർച്ചന പറയൂ. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. കാരണം ഇവിടെ വരുമ്പോൾ ഒത്തിരി പാട്ടുകൾ പാടണം, ഇമ്പ്രൂവ് ആവണമെന്ന് മാത്രമാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് പെർഫോമൻസിലാണെങ്കിൽ പോലും സാറും അതുപോലെ മഞ്ജരി മാമൊക്കെ ഇമ്പ്രൂവ് ആയി എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം. അപ്പം ഞാൻ വന്ന കാര്യം സക്സസ്ഫുൾ ആയി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. താങ്ക് യു സോ മച്ച്. Nice, nice. വളരെ വേഴ്സറ്റൈലായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അർച്ചന. അപ്പോൾ ആ വേഴ്സറ്റാലിറ്റി കീപ്പ് ചെയ്യുക. ഇനിയും മുന്നോട്ട് ഗംഭീരമായിട്ട് പ്രകടനം കാഴ്ചവെക്കുക. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. സോ ഓൾ ദി ബെസ്റ്റ് അർച്ചന. ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോ ഫസ്റ്റ് പൊസിഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, യശ് കൊണ്ടുപോയി. അങ്ങനെ ടോപ്പ് 5 നമ്മൾ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഡേഞ്ചർ സോണിൽ ആരൊക്കെയാണ് ഈ ഒരു ഷെഡ്യൂളിൽ വന്നിരിക്കുന്നത്? ഇതാണ് വളരെ പ്രധാനമായിട്ടുള്ള ടോപ്പ് 5 പോലും അല്ല. ഇതാണ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു വിഷമമുള്ള കാര്യം, സെഗ്മെന്റ്. അത് പറയാതിരിക്കാൻ വയ്യ. അപ്പം അതിൽ നമ്മൾ ഈ താഴത്തോട്ട് അങ്ങോട്ട് പോവാം, അതായിരിക്കും നല്ലത്. 6 പേരാണ് ഇപ്രാവശ്യം ഉള്ളത്. എനിക്കിത് തീരെ ഇഷ്ടമുള്ള കാര്യമില്ല. എന്തായാലും 6 പേരാണ് ഡേഞ്ചർ സോണിൽ. അതിൽ ദേവിക, ഗോവിന്ദ്, ഹന, കീർത്തി, ഗൗരി, ആൻഡ് ഫാഹിസ്. ഓക്കെ, അപ്പോൾ 6 പേരാണ് ഡേഞ്ചർ സോണിൽ ഇത്തവണ വന്നിട്ടുള്ളത്.
ബാക്കിയുള്ളവരെ എല്ലാരും ഇന്നാണോ അതോ എന്താണ് അവരുടെ അവസ്ഥ? ബാക്കി എല്ലാവരും സേഫാണ്. സേഫാണ് അവർക്ക്. സേഫാണ്. ഈ എല്ലാവരും ഇപ്പം നിങ്ങൾ കരുതേണ്ട ഒരു കാര്യം, അവർ ഈ മുമ്പിൽ വന്ന് നിൽക്കുന്നവർ, ഡേഞ്ചർ സോണിൽ നിൽക്കുന്നവർ, അവർ വളരെ അങ്ങ് താഴെക്കട കിടക്കുക എന്ന് വിചാരിക്കുകയേ ചെയ്യരുത്. നിങ്ങൾ ഈ പുറകെ നിൽക്കുന്നവരുമായിട്ട് വളരെ തുച്ഛമായ ചെറിയ മാർക്ക്. വ്യത്യാസങ്ങളേ ഉള്ളൂ. വ്യത്യാസം. അതുകൊണ്ട് അഹങ്കരിക്കാതെ അപ്പുറേ നിൽക്കുന്നവരെല്ലാം അവിടെ പോയിരുന്നു. അപ്പൊ ബാക്കി എല്ലാവരും സേഫ് ആണ്. സേഫാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോ എന്താണ് ഡിസിഷൻ? ഇതിൽ എത്ര പേരാണ് ഇന്നാവുന്നത്? അല്ലെങ്കിൽ ഇതിലിപ്പോ 6 പേര് നമ്മുടെ ഡേഞ്ചർ സോണിൽ വന്ന് നിൽക്കുകയാണ്. അതെ, ഇതില് 2 പേർക്ക് ഒരേപോലെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ. 2 കണ്ടസ്റ്റൻസ്. ആ 2 പേരെ നമ്മൾ സേഫ് ആക്കുകയാണ്. അപ്പം ആ 2 കണ്ടസ്റ്റൻസിന്റെ പേര് അനൗൺസ് ചെയ്യാം. അതിൽ ഒന്ന് ദേവികയാണ്. അതുപോലെ അതേ മാർക്ക് മേടിച്ച ഒരാളാണ് ഗോവിന്ദ്. അപ്പോൾ ഈ 2 കണ്ടസ്റ്റൻസിനെ നമ്മൾ സേഫ് ആക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. കൺഗ്രാറ്റ്സ് ടു ദേവിക ആൻഡ് ഗോവിന്ദ്. ഗോവിന്ദ് ഇനി ഡേഞ്ചർ സോണിൽ വരുമോ? ഇല്ല ഇല്ല, ഇനി വരാതിരിക്കാൻ നോക്കാം. ഇനി വരില്ല. നോക്കാന്നല്ല, വരരുത്. വരില്ല. ഓക്കെ. ദേവിക വരുമോ ഇനി ഡേഞ്ചർ സോണില്? ഇല്ല. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം. ഓക്കെ, ചെയ്യുന്നില്ല എന്നല്ല, എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. പക്ഷെ പറഞ്ഞാൽ ചെറിയ ചെറിയ മാർക്കിന്റെ ബേസിസിലാണ്. നിങ്ങളിൽ നിന്നും ഞങ്ങൾ ഇത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ വരുന്നത്, ചിലത് മറന്നു പോകാല്, ചില പഠിക്കാതിരിക്കുക, ഉഴപ്പ് കാണിക്കുക എന്നുള്ളത് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഇനി അതുകൊണ്ട് ഇനി മുന്നോട്ട് വളരെ ശ്രദ്ധയോടുകൂടി ഫോക്കസ് ചെയ്തിട്ട് തന്നെ എല്ലാവരും പ്രയത്നിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു. നന്നാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഗോവിന്ദേ, ഒരു സംഗീതം എന്നുള്ള ഒരു സീരിയസ് ബിസിനസ്സാണ്. അത് നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുക. തമാശയൊക്കെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. പക്ഷെ സംഗീതം എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മളെല്ലാം കുറച്ച് സീരിയസ് ആയിരിക്കും. ചിലപ്പോൾ പറയുന്നത് കുറച്ച് ഹാർഷായിട്ട് നിങ്ങൾക്ക് തോന്നാം. അത് നെഞ്ചത്തേക്ക് എടുക്കരുത്, അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെന്താ പറയേണ്ടത്, ഇച്ചിരി തടുക്കിയൊക്കെ വീണാലേ നമ്മൾ എണീച്ച് നടക്കാൻ പഠിക്കത്തുള്ളൂ. അല്ലേ? അമ്മയുടെ വയറ്റിൽ നിന്ന് നേരെ ഇറങ്ങി അങ്ങ് വന്നിട്ട് ബൈക്ക് ഓടിച്ചങ്ങ് പോവുകയാണ്. അല്ലല്ലോ, വീണ് മൂക്ക് കുത്തി വീണ് കൈ തല കുത്തി വീണ് എല്ലാം ചെയ്തിട്ടല്ലേ കുഞ്ഞുങ്ങൾ എണീറ്റ് നടക്കുന്നത്. അതുപോലെ വിചാരിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇതുവരെ എങ്ങനെയാണ് ഒരു പാട്ട് കേട്ട് പഠിച്ചിരുന്നത്? അതല്ല വേണ്ട. കുറേയും കൂടെ അതിൻ്റെ സോൾ മനസ്സിലാക്കി ഒന്ന് അസാധ്യമായിട്ട് പാടണം. അതാണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഈ ഉഴപ്പരുത് ദയവേത്. ശരത്ത് പറഞ്ഞു തന്നെയാണ് ഞാനും പറയുന്നത്. അപ്പം അത് നോക്കിയോളൂ കേട്ടോ. എന്തായാലും ഇപ്പം രക്ഷപ്പെട്ടു. All the best. All the best. So, congratulations, Govind and Devika. You are in. ഓക്കെ, അപ്പോ ഗോവിന്ദും ദേവികയും ഇന്നായി. അപ്പൊ ഇവര് 4 പേരാണോ ഇല്ല, നമ്മൾ പാറു കഴിഞ്ഞ തവണ ഈ ആരോഗ്യ കാരണങ്ങളാൽ നമ്മൾ എലിമിനേഷൻ വേണ്ടെന്ന് വെച്ചു. അപ്പം 4 പേരാണ് ഈ സെലക്ഷൻ പ്രോസസ്സിൽ. ഇവർ 4 പേരാണ് താഴെ ഉള്ളത്. അപ്പോൾ ഇവർ 4 പേര് പോകണമെന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. പക്ഷേ എന്നാലും ഇത് കാര്യം ഒരു ഷെഡ്യൂൾ നമുക്ക് ഈ അസുഖം കാരണം അത് കുറച്ച് എല്ലാവർക്കും വയ്യാണ്ടായിപ്പോയി മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ 4 പേരെന്നുള്ളത് നമ്മൾ ഒരു മിനിറ്റ് ഞങ്ങൾക്ക് തരൂ. 1 മിനിറ്റ് തരൂ ജസ്റ്റ്. പാറു, അപ്പോൾ എംജണ്ണും മഞ്ചരിയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച കൂട്ടത്തിൽ ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരാളെയും കൂടെ സേഫ് ആക്കാം. അല്ലണ്ണ? അതാണ് ഒരാളെയും കൂടെ ആക്കാം. പക്ഷെ അതിനകത്തൊരു ഒരു സംഭവം, വേറൊരു കുഴപ്പം കൂടെ ഉണ്ട്. അത് നമുക്ക് അദ്ദേഹത്തിന് ആദ്യം അകത്താക്കാം. പിന്നെ ഇന്നാവുന്നത് ഹനയാണ്.
ഹന സൂക്ഷിച്ചു കണ്ട് മുമ്പോട്ട് പോവുക കേട്ടോ. നമ്മുടെ എല്ലാ മനുഷ്യർക്കും ഉണ്ട് ഓരോ കുറവുകൾ, അത് നമ്മൾ പരിഹരിച്ച് മുമ്പോട്ട് പോകണം. അപ്പോഴേ നമുക്ക് നമ്മൾ എത്തേണ്ട സ്ഥലത്ത് എത്താൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇനി മനസ്സിലായോ? ഈ തെറ്റുകൾ വരാണ്ട് ഈ റെഫറൻസ് പഠിച്ചു ആ റെഫറൻസ് പഠിച്ചു കൺഫ്യൂഷൻ ആയി എന്നൊന്നും പറയാതെ ഒരു ഭാഗ്യ പരീക്ഷണം അല്ല മോളെ, ഇത് കോമ്പറ്റീഷൻ സീരിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹന നല്ലോണം വർക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ മാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ചേച്ചി. പാറു, സർ. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ അധികം നമ്മളിട്ട് വലിക്കുന്നില്ല. ഏറ്റവും ലീസ്റ്റ് മാർക്ക് ഫാഹിസെ നിനക്കാണ്. കേട്ടോ, അത് വളരെ വിഷമമുണ്ട്. കാര്യം ഞങ്ങൾക്കൊക്കെ നിന്നെ കുറേ ഇഷ്ടമാണ്. ഒന്നാമത്തെ കാര്യം, ഒരു വൈബ്രൻറ്റ് പേഴ്സൺ ആണ് ഫാഹിസ്. പക്ഷെ മാർക്ക് വൈസ് വളരെ കുറവാണ്. അത് അറിയാമല്ലോ, ഫാഹിസിന് തന്നെ അറിയാവുന്നവരെ. വിഷമിക്കരുത്, ദൈവം കൂടെ കാണും, അമ്മയുടെ അനുഗ്രഹം കൂടെ കാണും കേട്ടോ. അത് ഫാഹിസ് അതിൻ്റെ സ്പിരിറ്റിൽ എടുക്കണം. കോമ്പറ്റീഷൻ അല്ലേ, നല്ല വോയിസ് ആണ്, നല്ല ഭാവിയുള്ള ഒരാളാണ്. അതുകൊണ്ട് ഉമ്മയുടെ ആഗ്രഹം പോലെ ഇനിയും നല്ല നല്ല പാട്ടുകൾ പാടുക, പഠിക്കുക, നല്ലോണം മുന്നേറുക. ഫാഹിസിനൊരു ജോണർ ഉണ്ട്. അതെ, ഓൾറെഡി എന്താണ് ഒരു അടിപൊളി സിംഗറാണ് ഫാഹിസിനെ. ലോകം എമ്പാടുമുള്ള മലയാളികൾക്ക് ഇപ്പം അറിയാം. അപ്പം അത് പിടിച്ചടക്കുക കേട്ടോ. അതെ, അത് ഇതിനകത്ത് ഇവിടുന്ന് പോകുന്നില്ല കേട്ടോ, ഈ കുടുംബത്തിൽ തന്നെ കാണും. അത് ഇവിടുന്ന് രക്ഷപ്പെട്ടു അങ്ങനെ വിചാരിക്കരുത്. ഒരിക്കലും പറ്റത്തില്ല. വിളിക്കുമ്പോൾ ഇവിടെ വരണം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും പാടാന്. അതുപോലെ എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വന്ന് ചോദിക്കും, ഉറപ്പായിട്ട് നമ്മളൊക്കെ കൂടെ കാണും കേട്ടോ. ഫാഹിസ്, എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ ഫാഹിസിന്. താങ്ക് യു സർ. ഫാഹിസ് സൂപ്പർ സ്റ്റാർ സീനിയറിലെ വൺ ഓഫ് ദി ഒരു എനർജറ്റിക് കണ്ടസ്റ്റന്റ് ആണ് ഫാഹിസ്. നീ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഓളം ഭയങ്കര വലുതാണ്. ഇപ്പം ഈ സ്റ്റേജിലാണെങ്കിലും ബിഹൈൻഡ് ദ ക്യാമറ ആണെങ്കിലും അത്രയും നീ എല്ലാവരെയും എന്റർടൈൻ ചെയ്തിട്ടുണ്ട്, ഹാപ്പി ആക്കിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ താങ്ക്സ് പറയാണ് നിന്റെ അടുത്ത്. എന്നാലും എന്ത് തോന്നുന്നു നിന്റെ ഇത്രയും ഒരു ജേർണിയെ അല്ല, ശരിക്കും താങ്ക്സ് പറയേണ്ടത് ഞാനാണ്. എനിക്ക് ഇങ്ങനത്തെ ഒരു ഓഡിഷന് വരുമ്പോൾ തന്നെ ഞാനിവിടെ ഫസ്റ്റ് വന്ന സമയത്ത് എന്താ പറയുക, 3 ഓഡിഷൻ ഉണ്ടെന്നല്ല ആദ്യം പറഞ്ഞിരുന്നേ. അപ്പോൾ ഫസ്റ്റ് ഓഡിഷൻ കഴിഞ്ഞ് സെക്കൻഡ് ഓഡിഷൻ പ്രിപ്പയർ ചെയ്ത് നമ്മൾ വരുമ്പോൾ ഫൈനൽ ഓഡിഷനാണെന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് കയറുന്നത് തന്നെ. അപ്പോൾ എനിക്ക് മുമ്പ് ഇവിടെ ഗോവിന്ദ് പാടുന്നുണ്ട് ഓഡിഷൻ. ഗോവിന്ദ് പാടിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ നോക്കുമ്പോൾ ശരത് സാറും മഞ്ചേരി ചേച്ചി ഇരിക്കുന്നുണ്ട്. അപ്പം തന്നെ ടെൻഷൻ തുടങ്ങി. ആ ഒരു ടെൻഷനിൽ നിന്ന് ഒരുപാട് ഇപ്പോൾ പാടുമ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളെ ഉള്ളിലുണ്ടായിരുന്ന ശരത് സാറും മഞ്ചേരി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഒരു പാട്ട് പാടി കഴിഞ്ഞാൽ എന്തൊക്കെ പറയാതെ അറിയില്ല, അങ്ങനെ ഒരു മൈൻഡാണ്. പക്ഷെ പാട്ടിന് നമ്മളെ തെറ്റുകളൊക്കെ ഭയങ്കര കറക്റ്റായിട്ട് പറഞ്ഞു തന്ന്. അപ്പോൾ അതൊക്കെ ലൈഫ് ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റാണ്. സാറെന്നില്ല, ഇപ്പം MG സാറാണെങ്കിലും മഞ്ചേരി ചേച്ചി ആണെങ്കിലും എല്ലാതും. എൻ്റെ മാരേജ് കഴിഞ്ഞ സമയത്ത് പാട്ടിലോട്ട് ഇറങ്ങുകയാണ്. എനിക്ക് റിയാലിറ്റി ഷോയിൽ പാടണം എന്ന് പറഞ്ഞിട്ട് എല്ലാ റിയാലിറ്റി ഷോൻ്റെ ഓഡിഷൻ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ ഉമ്മനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. പോയി പാടിക്കോ, കിട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് പേടിയെന്ന് പറഞ്ഞാൽ ഈ പഠിച്ച പിള്ളേരെ ഇടയിൽ പോയിട്ട് എങ്ങനെയാണ് ഈ പാട്ടൊക്കെ പാടുക എന്നുള്ളൊരു പേടിയായിരുന്നു. എന്നാലും ഞാൻ കുറേ പാട്ട് സെമി ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടാണ് ഓഡിഷന് വേണ്ടിയിട്ട് ഒരു പല്ലവി പഠിക്കും. അങ്ങനെ കുറേ പാട്ട് പഠിച്ചിട്ടാണ് എനിക്ക് കുറേ വഴക്കം മുമ്പത്തേനേക്കാൾ ഇപ്പോൾ വന്നത്. അങ്ങനെ ഇവിടെ വന്നിട്ടും സാറിൻ്റെ മുന്നിലൊക്കെ പാടി. അന്ന് സെമി ക്ലാസിക്കൽ പാടാൻ പറഞ്ഞു, സെമി ക്ലാസിക്കൽ പാടി സെലക്ഷൻ കിട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഉമ്മക്ക് അവിടെ തുള്ളിച്ചാടിയിരുന്നു. എന്നെക്കാളും സന്തോഷം എൻ്റെ ഉമ്മക്കായിരുന്നു. അപ്പോൾ അതൊക്കെ വലിയ അച്ചീവ്മെൻ്റാണ് എനിക്ക്. ഒരുപാട് എന്താ പറയുക ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ട്. ഇപ്പോൾ ഈ നിൽക്കുന്ന സ്റ്റേജിൽ ഞാനിവിടെ വന്നതിനേക്കാളും കുറേ ഇമ്പ്രൂവ് ആയി. ഇനിയും കുറേ എനിക്ക് പാട്ടിൻ്റെ കാര്യത്തിൽ ഇമ്പ്രൂവ് ആവാനുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പ്രാക്ടീസ് ആണെങ്കിലും നമ്മളെ ഗ്രൂമേഴ്സ് ഭയങ്കര സപ്പോർട്ടാണ് എല്ലാ കാര്യത്തിനും. ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ് നമുക്കൊക്കെ. ഇപ്പോൾ ഈ ഷെഡ്യൂളാണെങ്കിൽ പോലും ഞാൻ ഗ്രൂമിങ് ചെയ്ത സമയത്ത് എൻ്റെ 2 പാട്ടും 2 വട്ടം പാടി. അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആയിരുന്നു. സാറ് പറഞ്ഞ എടാ നീ വൃത്തിയായി പഠിച്ചിട്ടുണ്ട്, നന്നായി പാടുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്തോ ഓരോരുത്തർ കുറേ ടൈമാണല്ലോ. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് കളിയുടെ കാര്യം പറഞ്ഞാലും ഫുട്ബോൾ കളിയുടെ കാര്യം പറഞ്ഞാലും എല്ലാവർക്കും ഇപ്പോൾ ഒരേ ഫോം ആയിരിക്കില്ല. അതേപോലെ തന്നെയാണ് എനിക്കും ഇവിടെ വന്നപ്പോൾ ഉണ്ടായത്. എനിക്കത് ശരിക്കും മനസ്സിലായി. കാരണം ഞാൻ റൂമിൽ പാടുമ്പോഴാണെങ്കിലും പിള്ളേരും പറയും എന്ത് പറ്റിക്കാ, ഫ്ലോറിൽ എന്ത് പറ്റി എന്ന് ചോദിക്കും. അർജുൻ അജലൊക്കെ ചോദിച്ചിരുന്നു അങ്ങനെ. അപ്പോൾ എനിക്ക് ഇവിടെ ഫ്ലോറിൽ വരുമ്പോൾ കറക്റ്റായിട്ട് എനിക്ക് പാടാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അത് എൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ് കൂടി പാട്ട് പഠിക്കൽ മാത്രമല്ല മൈൻഡ് സെറ്റ് കൂടി ഇമ്പ്രൂവ് ആക്കണം എന്നതിൽ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. എന്തായാലും ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഞാനിപ്പോൾ പറയുകയാണ്, ഇപ്പോൾ ഈ ഒരു സമയത്തുകൊണ്ട് ജൂണിലേക്ക് ഓസ്ട്രേലിയയിൽ പ്രോഗ്രാം ബുക്കിംഗ് കിട്ടി ഇവിടെ വന്നതിന് ശേഷം. അതേപോലെ തന്നെ ദുബായിൽ പ്രോഗ്രാം ബുക്കിംഗ് വന്നു, മലേഷ്യയിൽ പ്രോഗ്രാം ബുക്കിംഗ് വന്നിട്ടുണ്ട്.
ഒക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഉണ്ടായത്. എനിക്ക് മുമ്പൊക്കെ കേരളത്തിൽ മാത്രമേ ഞാൻ പ്രോഗ്രാം ചെയ്തിട്ടുള്ളൂ. അത് കൂടുതലും മലബാർ സൈഡിലാണ് ചെയ്തിരുന്നത്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ എന്നടി റാക്കുമ്പോൾ പാടിയ പാട്ട് അത്യാവശ്യം വൈറലായിരുന്നു ആ പാട്ട്. അപ്പോൾ അത് തമിഴ്നാട്ടിലുള്ള കുറേ പേജസ് ഒക്കെ എടുത്ത് അപ്ലോഡ് ചെയ്ത് ചെന്നൈയിൽ പ്രോഗ്രാം വന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചിട്ട് ഇവിടെ വന്നതിന് ശേഷം എനിക്കുണ്ടായ ഇമ്പ്രൂവ്മെന്റ് ആണ്. പക്ഷെ അത് മാത്രമല്ല, പാട്ടിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് ഭയങ്കര സീരിയസ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഈ പ്രോഗ്രാമിനൊക്കെ പോകുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഒരു റവന്യൂ കറക്റ്റായിട്ട് ഇങ്ങോട്ട് സെറ്റ് ആവാത്തതുകൊണ്ടാണ് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്. ഫാഹിസിന് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നല്ലൊരു ഗുരുവിനെ കാണിച്ചു തരാം. ഞാൻ അതിൻ്റെ പൈസയെ കുറിച്ചൊന്നും ആലോചിക്കണ്ട, ഞാനത് ചെയ്തു തരാം. പക്ഷേ പഠിച്ചോണം. പിന്നെ അയാളെ എന്നെ തെറി പിടിക്കുന്ന വിധത്തിലാക്കരുത്. അത്രേ ഉള്ളൂ. ഞാൻ ഏർപ്പാടാക്കി തരാം ഫാഹിസ്, എന്നെ വിശ്വസിച്ചു. പിന്നെ ശരത് സർ സിനിമയിലെ ഒരു പാട്ട് പാടി അതിൽ ക്രെഡിറ്റ്സ് ഒക്കെ വന്നില്ലേ? മൂവിയില് അല്ലേ? അതില് ക്രെഡിറ്റ്സിൽ പേര് വന്നു. MG സാറിന്റെ കൂടെ നിങ്ങൾ പാടി. അതൊക്കെ സന്തോഷം, അതൊക്കെ സന്തോഷം. ഞാൻ മുമ്പൊരു പ്ലേ ബാക്ക് പാടിയിട്ടുണ്ട്. അതും കോറസ് തന്നെയായിരുന്നു. ഗോപി സുന്ദർ ചേട്ടന്റെ മ്യൂസിക് ആയിരുന്നു. ഫസ്റ്റ് മൂവി അതായിരുന്നു. പിന്നെ രണ്ടാമത് ഷാനക്കയുടെ പാട്ടിൽ പാടി. അതൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായത്. അല്ല, നിനക്ക് ഒരു സോളോ കിട്ടും ഉടനെ തന്നെ കേട്ടോ. അത് ഉറപ്പ്. വിളിച്ച് പാടിക്കും. കുറെ സന്തോഷം. എന്തായാലും ഒരു വലിയ കലാകാരനായിട്ട് മാറും. കാരണം ഇപ്പൊ തന്നെ ഇഷ്ടംപോലെ പ്രോഗ്രാംസ് ഒക്കെ ആയില്ലേ, സന്തോഷമായില്ലേ? പിന്നെ അല്ല സർ, ഇനി വിദേശത്താണ് മുഴുവൻ. സമയം ഉണ്ടാവില്ല. വിദേശത്താണേലും സ്ഥലം കൊച്ചി ആയതുകൊണ്ട് ഇവർക്ക് വന്ന് കൂട്ടുകാരെ കാണുകയും ചെയ്യാം, ഞങ്ങളെയൊക്കെ കാണാം, വരാം. അപ്പൊ എന്തായാലും തൽക്കാലം അല്ലേ അടുത്ത ഘട്ടത്തിലോട്ടുള്ള യാത്ര അത്ര ഉള്ളു. ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഫാഹിസ്, അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇപ്പൊ തൽക്കാലം നമ്മൾ മത്സരത്തിൽ നിന്നൊന്ന് മാറ്റി നിർത്തുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ വിചാരിച്ചാൽ മതി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. അപ്പോൾ പാറു, ഇപ്പോൾ നമ്മളൊക്കെ ഒരാളെ ഇന്നാക്കിയപ്പോൾ ഒരാൾ മാർക്ക് കുറഞ്ഞ ആൾ വെളിയിലാണ്. ഇപ്പോൾ ഈ 2 പെൺകുട്ടികളുണ്ട്. ഇവരും ടൈ ആണ്, ഒരേ മാർക്കാണ് 2 പേരും. ഒരേ മാർക്ക്. കാര്യം ഞങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ മുഖം നോക്കിയിട്ട് നിങ്ങൾ ഒരാളെ നല്ല സാരി എന്നാൽ പോയിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. മ്യൂസിക്കല്ലേ, സംഗീതത്തിനൊരു സത്യമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളെല്ലാവരും. അപ്പം ഞങ്ങൾ 3 പേരും കൂടെ തീരുമാനിച്ചാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ മിനിറ്റ് തരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട്, വൃത്തിയായിട്ട് പാടാൻ പറ്റിയ പാട്ട് പാടുക. കവർ വേർഷൻ ഒന്നും പാടരുത്. അനുപല്ലവി തൊട്ട് പാടി പല്ലവി ഞങ്ങളങ്ങ് നിർത്തും. ഒരു മിനിറ്റ് നല്ല 1 മിനിറ്റിൽ വൃത്തിയായിട്ട് പാടാൻ പറ്റിയ ഒരു പാട്ട് വൃത്തിയായിട്ടങ്ങ് പാടുക. ദൈവത്തിനെ വിചാരിച്ചങ്ങ് പാടുക. അതിൽ ആരാണോ നല്ലത് അവരിന്നാവും. അതാണ് പാറു. സത്യസന്ധമായിട്ടുള്ള കാര്യം. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അത്ര പറ്റും. നിങ്ങൾക്ക് വേണ്ടി ടൈ വന്നപ്പോൾ 2 പേർക്കും ഒരേ മാർക്ക് വരുമ്പോൾ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റുന്ന 2 പേരെയും പറഞ്ഞുകൂടാ. അതിനുള്ള ഒരു മനസ്സില്ല ഉള്ളത്. സത്യം പറയാം, 2 പേര് ഓക്കെ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഗൗരിക്കും കീർത്തിക്കും കിട്ടുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണ്. ഈ ഒരു ടൈമില് ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് പാടാൻ കോൺഫിഡൻസ് ഉള്ള ഒരു പാട്ട് പാടാം. ബിക്കോസ് ജൂനിയറില് സെലക്ട് ചെയ്യുന്ന പാട്ടില് ഒരു അബദ്ധം പറ്റിയിട്ട് ഔട്ടായി പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം വരരുത്. നിങ്ങൾ കറക്റ്റായിട്ട് നല്ലോണം ആലോചിച്ച് നിങ്ങൾക്ക് അറിയുന്ന ഒരു പാട്ട് പല്ലവി പാടാം. ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു പാട്ട്. അതെ, ഏത് സമയത്ത് പാടാൻ പറഞ്ഞാലും അടിച്ചു പൊളിച്ച് പാടാൻ പറ്റിയ ഒരു പാട്ട് പാടാം. അത്രേ ഉള്ളൂ. അത് കുറെ നേരം നിങ്ങൾ ആലോചിച്ചോളൂ. കുറെ നേരമില്ല, അങ്ങനെ ഒരു 1 മിനിറ്റ് 1 മിനിറ്റ് ആലോചിച്ചോളൂ. കിട്ടിയായിരുന്നോ? പാട്ട് കിട്ടിയോ? സെലക്ട് ചെയ്തോ? ആരാണ് ആദ്യം പാടുന്നത്? So Gauri is going to sing. ഏത് പാട്ടാണ് പറഞ്ഞോളൂ. താങ്ക് യു സർ. ഏതാ പാടുന്നത്? നിലാപ്പൊങ്കലായാലോ? ഓക്കെ, your time starts now. നിലാപ്പൊങ്കലായാലോ നിലാപ്പൊങ്കലായാലോ
നിലാപൊങ്കലായലോ പാടടി നീ ഓ മഴക്കോളു കണ്ടാൽ മതിക്കുമീ നാട്ടിൽ ഇടത്തോടു പോലും ആറ് കിളിപ്പാട്ടു തേനായി തുളിക്കുമീ നാട്ടിൽ കരിക്കാടി പോലും പാല് തനിത്തങ്കവും കൊണ്ടേ പോരുന്നു ഞാനും ഓ നിലാപൊങ്കലായലോ പാടടി നീ ഓ ഓക്കെ മോനെ. കീർത്തി, ഏതാ പാട്ട്? പൊന്നിൻ കണിക്കൊന്ന. പൊന്നിൻ കണിക്കുന്ന. ഓക്കെ. പൊന്നിൻ കണിക്കൊന്ന അടിമുടി പൂത്തൊരുങ്ങും ചന്തം മീനും ഗണമിന്നൽ കൊടിയാരിവളെ കനവിലോ കുളിരുമായി വിരിയുമീ മുഖമിനി മഷിത്തൊടാമെഴിയിലോ പരലുകൾ പിടയവേ അരുണമാം കവിളിലോ പുലരിയോ ശലഭമോ നടകളോ നദികളാ ഒഴുകിയോ. ഓക്കെ മോളെ, താങ്ക് യു. ഇനി ഞങ്ങൾ ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡിസൈഡ് ചെയ്തു. യെസ്, രണ്ടുപേരും സെലക്ട് ചെയ്ത് ഫോക്ക് സോങ് ആണ്. രണ്ടുപേരുടെയും ഒരു ജോണറും ഫോക്ക് സോങ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അതിനകത്ത് ഈ 1 മിനിറ്റിനകത്ത് ആര് നിർത്തി, അതിൽ എക്സീഡ് ചെയ്ത് ആരാണ്, അതുപോലെ തന്നെ എക്സീഡ് ചെയ്താലും അതിനകത്ത് ശ്രുതിശുദ്ധമായിട്ട് ആര് പാടി, അതിനകത്ത് ആരാണ് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് പാടിയത് എന്നുള്ളത് വി ഹാവ് ഡിസൈഡഡ്. അപ്പം നിങ്ങൾക്കൊക്കെ ഇപ്പം മനസ്സിലാവും, ഒരു പാട്ട് കേട്ടാൽ എവിടെയെങ്കിലും പോയാലോ, അത് സാധാരണ വലിയ ഒരു എന്താ പറയണ്ടത്, സംഗീതത്തിനോട് അത്ര വലിയ ഒരു പിടിപ്പില്ലാത്ത ആൾക്ക് പോലും മനസ്സിലാവും എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ. അത് അവിടെ അവർക്കത് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ, പക്ഷേ അവർ കുഴപ്പം മനസ്സിലാവും. നമ്മുടെ പ്രേക്ഷകർ ഇപ്പം പറയും അവിടെ എന്തോ ഒരു 5 പൈസയുടെ കുറവുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവരെ വിട്. സാധാരണ അത് നിങ്ങൾക്ക് കുറച്ചും കൂടെ സംഗീതം അറിയാവുന്നവരല്ലേ, നിങ്ങൾക്ക് എന്ത് തോന്നി പാടിയിട്ട് പറയൂ. ഗൗരി കുറച്ചുകൂടെ നന്നായിട്ട് പാടിയെന്ന് തോന്നി. അപ്പോൾ ഗൗരി തിരിച്ചും പറ, ഇവിടെ നന്നായിട്ട് പാടി. ഇത് വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്, കാരണം ഈ ഒരു പ്രഷറിൽ പാടുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോ ആര് നന്നായി പാടിയില്ല എന്നുള്ളതല്ല, ഞാൻ അതല്ല ചോദിച്ചത്. ന്യായമായിട്ടുള്ള ഒരു സത്യസന്ധമായിട്ടുള്ള ഉത്തരവാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് ആര് ഇന്ന ആൾ ഇപ്പുറത്തെ ആളെ സൂചിപ്പിച്ച് ഇത് അപ്പുറത്തോട്ട് സൂചിപ്പിച്ച് അത് വേണ്ട. ഒരു ഇത് നന്നായിട്ട് പാടി, അല്ലേ എനിക്ക് നന്നായിട്ട് അവളെക്കാളും നന്നായിട്ട് പാടാൻ പറ്റി, അതെല്ലാം പറഞ്ഞോളൂ. നമുക്കൊക്കെ തെറ്റ് പറ്റുന്നവരല്ലേ, പാടുമ്പോഴൊക്കെ ചിലപ്പോൾ കൈ വിട്ടു പോകും. അതൊരു കറക്റ്റായിട്ടുള്ള ഒന്ന് പറയുമോ എന്താണെന്നാണ് നിങ്ങളെ ഒന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ഓൾറെഡി. അപ്പോൾ ഗൗരിയോ എന്ത് പറയുന്നു? രണ്ടുപേര് പാടിയാലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എനിക്കറിയില്ല സർ, നിനക്ക് നീ പാടിയിട്ട് എന്താ തോന്നിയത്? കുഴപ്പമില്ലാണ്ട് പാടിയെന്ന് തോന്നണു. പക്ഷേ ഗൗരി പാടിയതിലുള്ളത് നമ്മൾ പറഞ്ഞ 1 മിനിറ്റ് കഴിഞ്ഞ് അങ്ങ് പോയി, അത് വേറൊരു കാര്യം.
പിന്നെ ശ്രുതി കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഓക്കെ സർ. അത് മനസ്സിലായില്ലേ? അപ്പൊ അത് വെച്ച് നോക്കുമ്പോ ആരാണ്? കീർത്തി. യെസ്, കീർത്തിയാണ് ഇൻ. അതിന് വിഷമിക്കേണ്ട കാര്യമില്ല മോളെ, നീ നല്ല പാട്ടുകാരിയാണ്. നമുക്ക് ഈ ഒരു സമയം, ചില സമയം നമുക്ക് ഫേവർ ചെയ്യത്തില്ലടാ. അത് ഇപ്പം പറഞ്ഞ ഒരു കാര്യം, ഈ പ്രഷറിൻ്റെ ഇടയ്ക്ക് ഇത് ഞങ്ങളിങ്ങനെ 3 കടാകടിയന്മാർ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാവും. പക്ഷെ എന്നാൽ ആ ഒരു എന്താ പറയണ്ട, ഒരു ദൈവ കടാക്ഷം, ഒരു ഇച്ചിരി ലക്ക് അവർക്ക് ഫേവർ ചെയ്തിട്ടുണ്ട് കീർത്തിക്ക്. അതേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ വിധിയാണ്. കാരണം വേറെ ഒന്നുമല്ല, ടൈ ആയിട്ട് മാർക്ക് വരാനും ഇങ്ങനെ നിന്ന് പാടുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ ആണെങ്കിൽ ഒരു അക്ഷരം പാടാൻ പറ്റത്തില്ല നിങ്ങളുടെ സ്ഥാനത്താണെങ്കിൽ. കാരണം വേറെ ഒന്നുമല്ല, ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് വല്ലാണ്ട് ഒരു പ്രഷറാവും. വാട്ട് യു സെറ്റ് ഈസ് വെരി ട്രൂ, വെരി കറക്റ്റ്. കാരണം വല്ലാത്തൊരു പ്രഷറാവും. അപ്പോഴത്തേക്ക് ആ അവിടെയൊക്കെ കുറച്ച് 3 സ്ഥലത്ത് ശ്രുതിയുടെ കുറച്ച് പ്രോബ്ലം വന്നു. അവിടെ ഒരു സ്ഥലത്താണെന്ന് എനിക്ക് തോന്നുന്നു, ഒരു സ്ഥലത്താണ്, ആ ലോവർ പോർഷനിൽ താഴോട്ട് വന്ന സ്ഥലത്താണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇതാണ് ഞങ്ങളുടെ ഡിസിഷൻ. ഓക്കെ, അപ്പോൾ കീർത്തി, കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോൾ ഈ ജേർണിയിൽ തൽക്കാലം നമ്മളെ വിട്ടു പോകുന്നത് ഗൗരിയും ഫാഹിസുമാണ്. അപ്പോൾ ജഡ്ജസ് 3 പേരും ഒന്ന് സ്റ്റേജിലേക്ക് വരണം. നമുക്ക് അവർക്ക് മൊമെന്റോ ആൻഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ MG സർ, ഫാഹിസിനുള്ള മൊമെന്റോ. And certificate. Gauri. MG sir, Gauriki sir, momento. ഓക്കെ, ശരത് സർ, ഇനി നമ്മുടെ ടോപ്പ് 3 കണ്ടസ്റ്റൻസിന് ആ ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ഓക്കെ, അപ്പൊ ടോപ്പ് 3 യശ്, അർച്ചന ആൻഡ് സ്നേഹ. പ്ലീസ് കം. ഓക്കെ, അപ്പോൾ അടുത്ത ഷെഡ്യൂളിൽ പുതിയ റൗണ്ട്സ് ഒക്കെ ആയിരിക്കും. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഫാഹിസ് ആൻഡ് ഗൗരി ഇനിയും ഒരുപാട് ഹൈറ്റ്സിലെത്തും. ഇത് ജസ്റ്റ് ഒരു സ്റ്റാർട്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ അടുത്ത ഷെഡ്യൂളിൽ പുതിയ റൗണ്ട്സും പാട്ടുകളൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. സോ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്. സൂപ്പർ സ്റ്റാർ.